സ്റ്റുഡൻസ്, വെൽഡഡ് ട്രേഡിന്റെ ഈ മോഡ്യൂളിലേക്ക് സ്വാഗതം. ഈ വിഷയത്തിൽ 2 മില്ലിമീറ്റർ കട്ടിയുള്ള ഒരു അലുമിനിയം ഷീറ്റിൽ ഫ്ലാറ്റ് പൊസിഷനിൽ എങ്ങനെ ബീഡ് ഡെപ്പോസിറ്റ് ചെയ്യാമെന്ന് നമ്മൾ പഠിക്കും. ലക്ഷ്യങ്ങൾ. ഈ ടോപ്പിക്കിന്റെ അവസാനം നിങ്ങൾക്ക് ഇനി പറയുന്നതിന് കഴിയും: 150 mm നീളവും 100 mm വീതിയും 2 mm കട്ടിയുമുള്ള ഷീറ്റ് തയ്യാറാക്കുക. GTAW മിഷൻ ആക്സസറികളും പാരാമീറ്ററുകളും സജ്ജീകരിക്കുക. ലെഫ്റ്റ് വാർഡ് ടെക്നിക്ക് ഉപയോഗിച്ച് ഫില്ലറോട് കൂടി ഫ്യൂഷൻ റൺ ഡെപ്പോസിറ്റ് ചെയ്യുക. ഒരു സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് വെൽഡ് ബീഡ് വൃത്തിയാക്കുക. വെൽഡ് ബീഡിൽ സർഫസ് ഡിഫക്ട്സുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഇപ്പോൾ നമുക്ക് ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിംഗ് GTAW ഉപയോഗിച്ച് ഒരു ഫ്ലാറ്റ് പൊസിഷനിൽ 2 mm കട്ടിയുള്ള ഒരു അലൂമിനിയം ഷീറ്റിൽ ബീഡ് ഡെപ്പോസിറ്റ് ചെയ്യാൻ ആവശ്യമായ ഉപകരണങ്ങളെക്കുറിച്ചും മെറ്റീരിയൽസിനെ കുറിച്ചും നോക്കാം. ആവശ്യമായ ഉപകരണങ്ങൾ അല്ലെങ്കിൽ മെറ്റീരിയൽസ്: സ്റ്റീൽ റൂൾ, സ്ക്രൈബർ, ബോൾ പിൻ ഹാമർ, ട്രൈ സ്ക്വയർ, ടോങ്സ്, സ്റ്റീൽ വയർ ബ്രഷ്, ഫില്ലർ റോഡ്, വെൽഡിംഗ് ടോർച്ച്, key or spanner, helmet type screen, gas regulator with the preheater cum flow meter, welding power source. GTAW mission: shielding gas cylinder, tungsten electrode, foot switch, center punch, 2 mm കട്ടിയുള്ള അലൂമിനിയം ഷീറ്റ്. ഇപ്പോൾ നമുക്ക് ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിംഗ് ഉപയോഗിച്ച് ഒരു ഫ്ലാറ്റ് പൊസിഷനിൽ 2 mm കട്ടിയുള്ള ഒരു അലൂമിനിയം ഷീറ്റിൽ ബീഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനുള്ള പ്രീ വെൽഡിംഗ് പ്രിപ്പറേഷനുകളെ കുറിച്ച് നോക്കാം. അപകട സാധ്യതകളിൽ നിന്ന് സംരക്ഷണം ലഭിക്കാൻ സുരക്ഷാ കണ്ണടകൾ, കയ്യുറകൾ, ഇയർ പ്രൊട്ടക്ഷൻ എന്നിവ പോലുള്ള ഉചിതമായ വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങൾ PPE ധരിക്കുക. നല്ല വായു സഞ്ചാരമുള്ള വർക്ക് സ്പേസ് ഉണ്ടെന്ന് ഉറപ്പാക്കണം. മാർക്ക് ചെയ്ത് മുറിച്ചെടുക്കാൻ ആവശ്യമായ അളവിൽ 2 mm കട്ടിയുള്ള അലൂമിനിയം ഷീറ്റ് എടുക്കുക. വെൽഡ് ടേബിളിൽ ഇത് വയ്ക്കുക. കട്ടിങ്ങിനുള്ള അളവുകൾ എടുക്കാൻ വെൽഡിംഗ് ടേബിളിൽ റൂളർ അല്ലെങ്കിൽ മെഷറിംഗ് ടേപ്പ്, സ്ക്രൈബർ എന്നിവ റെഡിയാക്കി വയ്ക്കുക. ഒരു റൂളർ ഉപയോഗിച്ച് 2 mm കനമുള്ള അലൂമിനിയം ഷീറ്റിൽ 150 mm നീളവും 100 mm വീതിയും അടയാളപ്പെടുത്തുക. എററുകൾ ഒഴിവാക്കാനായി അളവുകൾ ഡബിൾ ചെക്ക് ചെയ്യുക. കട്ടിംഗ് പ്രോസസ്സ് ഏകദേശം പൂർത്തിയാകുമ്പോൾ കട്ട് ചെയ്തതിന്റെ സ്ട്രെയിറ്റ്നെസ് നിലനിർത്താൻ കൂടുതൽ ശ്രദ്ധ നൽകുക. അപ്രതീക്ഷിതമായ ഓവർ കട്ടുകൾ ഒഴിവാക്കാൻ ലൈനിന്റെ അവസാനത്തോടടുക്കുമ്പോൾ വേഗത കുറയ്ക്കുക. കട്ട് ചെയ്യുന്നത് പൂർത്തിയാക്കിയ ശേഷം സ്മൂത്ത്നെസ്സിനും കൃത്യതയ്ക്കും വേണ്ടി സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റിന്റെ അറ്റങ്ങൾ ശ്രദ്ധാപൂർവം പരിശോധിക്കുക. വൃത്തിയുള്ളതും നല്ല ഫിനിഷിംഗും ലഭിക്കുന്നതിന് ആവശ്യമെങ്കിൽ പരിവരുത്ത അറ്റങ്ങൾ ഫയൽ ചെയ്യുക. ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് ജോബ് സർഫസ് വൃത്തിയാക്കുക. അഴുക്കുകൾ ഒഴിവാക്കാൻ അസെറ്റോൺ അല്ലെങ്കിൽ ആൽക്കഹോൾ ഉപയോഗിച്ചുള്ള കെമിക്കൽ ക്ലീനിംഗ് ചെയ്യുക. ഷീറ്റിന്റെ രണ്ടറ്റത്തും 25 mm വിട്ടുകൊണ്ട് പാരലൽ ലൈനുകൾ അടയാളപ്പെടുത്തുക. ഒരു സ്ക്രൈബർ ഉപയോഗിച്ച് ഫസ്റ്റ് ലൈൻ വരയ്ക്കുക. ഒരു സ്ക്രൈബർ ഉപയോഗിച്ച് ഫസ്റ്റ് ലൈനിനും സെക്കൻഡ് ലൈനിനും ഇടയിൽ 20 mm ഗ്യാപ്പ് മെഷർ ചെയ്ത് അടയാളപ്പെടുത്തുക. ഈ സെയിം പ്രോസസ് ഉപയോഗിച്ചുകൊണ്ട് 3 ലൈനുകൾ 20 mm ഗ്യാപ്പ് ഇട്ടുകൊണ്ട് വരയ്ക്കണം. പൂർണ്ണമായി 5 ലൈനുകൾ മാർക്ക് ചെയ്യണം. പഞ്ചിങ്ങിനായി പ്രിക് പഞ്ച്, ബോൾ പിൻ ഹാമർ എന്നിവ ഉപയോഗിക്കുക.
പഞ്ച് മാർക്കുകൾക്കിടയിൽ 4 mm ഗ്യാപ്പ് നിലനിർത്തിക്കൊണ്ട് പ്രിക് പഞ്ചും ഹാമറും ഉപയോഗിച്ച് പഞ്ച് മാർക്ക് ഉണ്ടാക്കാൻ ആരംഭിക്കുക. പഞ്ച് മാർക്ക് പരിശോധിച്ച് എല്ലാ പഞ്ചുകളും ശരിയായി നിർമ്മിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. വെൽഡിംഗ് പ്രക്രിയ ആരംഭിക്കുന്നതിന് വെൽഡിംഗ് ടേബിളിൽ ഷീറ്റ് തയ്യാറാക്കി വയ്ക്കുക. GTAW മെഷീന്റെ സജ്ജീകരണം. വെൽഡിംഗ് ടേബിളിന്റെ പവർ കേബിൾ ചെക്ക് ചെയ്യുക. അറ്റങ്ങൾക്കിടയിൽ പവർ കേബിളിൽ കട്ടുകളൊന്നുമില്ലെന്ന് ഉറപ്പാക്കണം. എന്തെങ്കിലും ഡിഫക്ട്സുകൾ കണ്ടാൽ ഉടനടി തിരുത്തുക. വെൽഡിംഗ് ടോർച്ച് കേബിളിൽ ഡിഫക്ട്സുകൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. വെൽഡിംഗ് ടോർച്ച് കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ അത് ചെക്ക് ചെയ്യുക. വെൽഡിംഗ് മെഷീൻ ഓണാക്കി വോൾട്ടേജും ആംപെയറും ചെക്ക് ചെയ്യുക. വോൾട്ടേജും ആംപെയറും കറക്റ്റ് ആണെങ്കിൽ വെൽഡിംഗ് പ്രോസസ്സിനായി മെഷീൻ സെറ്റപ്പ് ചെയ്യുക. വെൽഡിംഗ് പ്രോസസ് ചെയ്യുന്നതിന് മുമ്പ് ആർക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുക. 95% അലൂമിനിയവും 5% സിലിക്കണുമുള്ള അലൂമിനിയം ഫില്ലർ വയർ 1.6 mm തിരഞ്ഞെടുക്കുക. ആംപെയർ 75 മുതൽ 100 ആംപെയറിൽ സജ്ജമാക്കുക. ആർഗോൺ ഗ്യാസിനായി ഗ്യാസ് ഫ്ലോ റേറ്റ് 7 LPM ലിറ്റർ/മിനിറ്റിൽ സജ്ജമാക്കുക. ഒരു സ്കാർഫ് പ്ലേറ്റിൽ ആർക്ക് സ്ട്രൈക്ക് ചെയ്യുക. ടെസ്റ്റുകളെല്ലാം പൂർണ്ണമായാൽ വെൽഡിംഗ് പ്രോസസ്സിംഗ് മുന്നോട്ട് കൊണ്ടുപോകാം. ഇപ്പോൾ ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിംഗ് ഉപയോഗിച്ച് ഫ്ലാറ്റ് പൊസിഷനിൽ 2 mm കട്ടിയുള്ള അലൂമിനിയം ഷീറ്റിൽ ബീഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനുള്ള വെൽഡിംഗ് പ്രക്രിയ നോക്കാം. ഒരു ഫ്ലാറ്റ് പൊസിഷനിൽ വെൽഡിംഗ് ടേബിളിൽ അലൂമിനിയം ഷീറ്റ് വയ്ക്കുക. ഫ്ലാറ്റ് പൊസിഷനിൽ വെൽഡിംഗ് ചെയ്യാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്ന തരത്തിൽ ഷീറ്റ് സ്ഥാപിക്കുക. ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിംഗ് മെഷീൻ സജ്ജമാക്കുക. പവർ സപ്ലൈ ഇനി പറയുന്ന രീതിയിൽ തിരഞ്ഞെടുക്കുക. ഹീലിയത്തിന്റെ കാര്യത്തിൽ ഷീൽഡിംഗ് വാതകം DCEN ഉപയോഗിക്കുക. ആർഗൺ ഒരു ഷീൽഡിംഗ് ഗ്യാസ് ആണെങ്കിൽ ഒരു AC പവർ സോഴ്സ് ഉപയോഗിക്കുക. വെൽഡിംഗിന്റെ ഭൂരിഭാഗവും ആർഗോൺ ഗ്യാസ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ആർഗൺ സിലിണ്ടർ മെഷീന്റെ അടുത്തായി ഒരു ട്രോളിയിൽ സുരക്ഷിതമായ അകലത്തിൽ സൂക്ഷിക്കുക. ആർഗൺ സിലിണ്ടറിന്റെ വാൽവ് ചെക്ക് ചെയ്യുക. ഗ്യാസ് പ്രഷർ തുറന്ന് പരിശോധിക്കാൻ സിലിണ്ടർ കീ ഉപയോഗിക്കുക. ആർഗോൺ ഗ്യാസ് സിലിണ്ടറിൽ ഗ്യാസ് ഫ്ലോ മീറ്ററും റെഗുലേറ്ററും ഫിക്സ് ചെയ്യുക. എന്തെങ്കിലും ഗ്യാസ് ലീക്കേജ് ഉണ്ടോ എന്നറിയാൻ ഫിക്സ്ഡ് ഗ്യാസ് ഫ്ലോ മീറ്ററും റെഗുലേറ്ററും ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ലീക്കേജ് കണ്ടെത്തിയാൽ ഉടനടി പരിഹരിക്കുക. ഗ്യാസ് ഫ്ലോ കേബിൾ ഒരറ്റത്ത് ഫിക്സിംഗ് ക്ലാമ്പ് ഉപയോഗിച്ച് റെഗുലേറ്ററിൽ ഉറപ്പിക്കുക. ആംപെയറേജ് സജ്ജീകരിക്കുന്നതിന് മുമ്പ് ക്രമീകരണത്തിനായുള്ള മാർഗരേഖയോ യൂസർ മാനുവലോ കാണുന്നത് നല്ലതാണ്. ആംപെയർ 75 മുതൽ 100 ആംപെയറിൽ സജ്ജമാക്കുക. ഗ്യാസ് ഫ്ലോ റേറ്റ് ക്രമീകരിക്കുന്നതിന് ഗ്യാസ് റെഗുലേറ്റർ ഉപയോഗിക്കുക. ഗ്യാസ് ഫ്ലോ റേറ്റ് സജ്ജീകരിക്കുന്നതിന് യൂസർ മാർഗനിർദ്ദേശമോ യൂസർ മാനുവലോ പരിശോധിക്കുന്നത് നല്ലതാണ്. ആർഗോൺ ഗ്യാസിനായി ഗ്യാസ് ഫ്ലോ റേറ്റ് 7 LPM ലിറ്റർ/മിനിറ്റിൽ സജ്ജമാക്കുക. ഒരു സ്കാർഫ് പ്ലേറ്റിൽ ആർക്ക് സ്ട്രൈക്ക് ചെയ്യുക. വെൽഡ് ബീഡിന്റെ റീഇൻഫോഴ്സ്മെന്റ് ചെക്ക് ചെയ്യുകയും കറക്റ്റ് വിട്ട് നിലനിർത്തുന്നുവെന്ന് ഉറപ്പാക്കുകയും വേണം. ഒരു ഫില്ലർ റോഡ് റെഡിയാക്കി വെക്കുകയും ഫസ്റ്റ് പഞ്ച് മാർക്കഡ് ലൈനിൽ നിന്നും വെൽഡിംഗ് ആരംഭിക്കുകയും ചെയ്യുക. ഒരു യൂണിഫോം ട്രാവൽ സ്പീഡിൽ ഫില്ലർ റോഡും ടോർച്ചും നീക്കുക. വെൽഡ് ബീഡ് ഒരുപോലെ കിടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ഫില്ലർ റോഡും ടോർച്ചും 10 മുതൽ 15 ഡിഗ്രി കോണിലും 70 മുതൽ 80 ഡിഗ്രി വരെ വെൽഡിംഗ് ലൈനിൽ പിടിക്കുന്നു. ക്രാറ്റർ ഫില്ലാക്കി വെൽഡിംഗ് പൂർത്തിയാക്കുക. ഒരു സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് വെൽഡ് ബീഡ് വൃത്തിയാക്കുക. സെക്കൻഡ് പഞ്ചഡ് ലൈനിൽ ബീഡ് സ്റ്റാർട്ട് ചെയ്യുക.
ഒരു യൂണിഫോം ട്രാവൽ സ്പീഡിൽ ഫില്ലർ റോഡും ടോർച്ചും നീക്കുക. പഞ്ച് ചെയ്ത മാർക്കഡ് ലൈനിൽ വെൽഡ് ബീഡ് ഉണ്ടോ എന്ന് ഉറപ്പാക്കുക. ഒരു സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് വെൽഡ് ബീഡ് വൃത്തിയാക്കുക. വെൽഡിങ്ങിന്റെ സെയിം പ്രോസസ്സ് തന്നെ മൂന്നാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും പഞ്ചഡ് ലൈനിൽ പിന്തുടരുക. ഓരോ പഞ്ചഡ് ലൈനിലും വെൽഡിംഗ് പൂർത്തിയാക്കിയ ശേഷം ബീഡ് സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് വൃത്തിയാക്കണം. വെൽഡ് ബീഡിൽ സർഫസ് ഡിഫക്ട്സുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഇനി നമുക്ക് പോരായ്മകൾ നോക്കാം. ക്രാറ്റർ, ബ്ലോ ഹോൾസ്, excess reinforcement, പൊറോസിറ്റി. നമ്മൾ ഇതുവരെ പഠിച്ചത് നമുക്ക് ഒന്നുകൂടെ നോക്കിയാലോ. 150 mm നീളം, 100 mm വീതിയും 2 mm കനവും അനുസരിച്ച് ഷീറ്റ് തയ്യാറാക്കുക. GTAW മെഷീൻ ആക്സസറീസും പാരാമീറ്ററുകളും സജ്ജീകരിക്കുക. ലെഫ്റ്റ് വാർഡ് ടെക്നിക് ഉപയോഗിച്ച് ഫില്ലർ ഉപയോഗിച്ച് ഫ്യൂഷൻ റൺ ഡെപ്പോസിറ്റ് ചെയ്യുക. സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് വെൽഡ് ബീഡ് വൃത്തിയാക്കുക. ബീഡിൽ സർഫസ് ഡിഫക്ട്സ് പരിശോധിക്കുക. ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിംഗ് ഉപയോഗിച്ച് ഫ്ലാറ്റ് പൊസിഷനിൽ 2 mm കട്ടിയുള്ള അലുമിനിയം ഷീറ്റിൽ ബീഡ് നിക്ഷേപിക്കുന്ന പ്രക്രിയ നിങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സ്റ്റുഡൻസ്. നമുക്ക് അടുത്ത സെഷനിൽ കാണാം.